നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടല്ലോ ഇല്ലേ? കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോ നമ്മൾ 1 month ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ ഒരു 1.5 month വരെ ആവാം. അപ്പോ ബേസിക്കലി നമ്മൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ലേണിംഗ് ആൻഡ് എക്സ്പീരിയൻസിങ് അറബിക് പോയട്രി. അറബിക് പോയട്രി എന്താണെന്ന് മനസ്സിലാക്കുക, അത് എക്സ്പീരിയൻസ് ചെയ്യും കൂടി ചെയ്യുക. ഏകദേശം ഒരേ മീനിങ് തന്നെ. പിന്നെ ക്ലാസിക്കലും മോഡേണും പുതിയ പഴയ 2 കവിതകളും നമ്മൾ പഠിക്കും. പിന്നെ പ്രാക്ടീസിങ് റിതംസ് അഥവാ ഈ വൃത്തങ്ങൾ ഉണ്ടല്ലോ, വചനുകൾ, ബഹറുകൾ. നമ്മൾ അറബിയിൽ മറ്റു ഭാഷകളൊക്കെ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ അറബിയിൽ ഇപ്പോൾ എടുത്തു പോയിട്ടില്ല എന്നാണ് അതിൻ്റെ ഒരു വസ്തുത. അതും പിന്നെ അതിന് പുറമെ അതാണ് അറുപത് കാഫിയിൽ നമ്മൾ പഠിക്കുന്നത്, അതിന്റെ റിതമും അതിന്റെ അവസാനത്തെ അക്ഷരം സ്യൂട്ട് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ പോയട്രി ട്രാൻസ്ലേഷൻ അറബി ടു മലയാളം. പോയട്രി ട്രാൻസ്ലേഷൻ അറബി ടു മലയാളം എന്ന് പറഞ്ഞാൽ മലയാളം ടു അറബിയും അറബി ടു മലയാളം അങ്ങോട്ടും ഇങ്ങോട്ടും, അഥവാ കവിതയെ കവിതയായി തന്നെ വിവർത്തനം ചെയ്യുക. ഞാൻ ചെയ്ത കുറച്ച് മോഡൽസ് കാണിച്ചു തരാം, അതുപോലെ മറ്റാളുകൾ ചെയ്ത മോഡൽസ് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ കവിതയെ കവിതയായിട്ട് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, കവിത ട്രാൻസ്ലേഷൻ, ഇത് എക്സാക്ട് പോയട്രി ട്രാൻസ്ലേഷൻ. അപ്പൊ അത് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അത് വളരെ ഈസിയാണ്. ഒന്ന് അതിന്റെ വൃത്തം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ കുറച്ച് ഭാഷ നന്നായിട്ട് ഉണ്ടായിരിക്കണം. 2 ഭാഷയിലും അത്യാവശ്യം വാക്കുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോഴാണ്, പ്രത്യേകിച്ച് നമ്മൾ ഏത് ഭാഷയിലേക്കാണ് വിവർത്തനം ചെയ്യുന്നത് അതിൽ നമുക്ക് അത്യാവശ്യം മഹാരത്ത് ഉണ്ടെങ്കിലാണ് ഈ പരിപാടി ഒന്ന് എളുപ്പമുള്ളൂ. അതല്ലെങ്കിൽ വായിച്ചു നിൽക്കും. കാരണം നമുക്ക് പരിമിതമായ ഒരു വൃത്തത്തിന്റെ ഉള്ളിൽ നമ്മൾ അതിനെ വിവർത്തനം ചെയ്യുകയും വേണം, നമ്മൾ ആശയം പ്രതിഫലിപ്പിക്കും വേണമെന്ന് പറയുമ്പോൾ ചെറിയ പണിയല്ല. ഓക്കെ, ഇൻഷാ അല്ലാ നമുക്ക് ഏതായാലും പ്രാക്ടീസ് ചെയ്യാം. എങ്ങനെയെന്ന് വെച്ചാൽ ഓരോ വീക്കിലും ഒരു ക്ലാസ്സേ ഉണ്ടാവുള്ളൂ, ഒരാഴ്ചയിൽ. കാരണം എനിക്ക് പ്രിപ്പറേഷൻ ചെയ്യേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ട്. എൻ്റെ മാസ്റ്റേഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു വിഷയമല്ല അത്, അതുകൊണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സമയം കൂടി വേണം. അതുകൊണ്ട് നമ്മൾ ഒരു മീറ്റിംഗ് ഒരാഴ്ചയിലൊക്കെ ഉണ്ടാവുള്ളൂ. സൂം വഴി ആയിരിക്കും, PPT പ്രസന്റേഷൻ ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ ആ സെപ്പറേറ്റ് ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോൾ എൻ്റെ ഉറപ്പ് പറയുന്നില്ല, പക്ഷെ പരമാവധി ഞാൻ ശ്രമിക്കും. അപ്പൊ നമുക്ക് PPT വെച്ചിട്ട് അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യും ഞാൻ. അപ്പൊ നമുക്ക് PPT വെച്ചിട്ട് എന്ത് ചെയ്യാം, അതിന്റെ ബേസിക് ഹിന്റുകളൊക്കെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയും. പിന്നെ നോട്ട്സും ഹോംവർക്കും നിർബന്ധമാണ്, അത് നിങ്ങൾ ചെയ്യുന്ന വേണം, അതല്ലെങ്കിൽ പണിയാവും. സോ പിന്നെ ഇതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ സൗകര്യം, അഥവാ ഈ ക്ലാസ്സിന് ശേഷവും കോഴ്സിന് ശേഷം, എന്ന് പറയുമ്പോൾ ക്ലാസ്സിനും കോഴ്സിനും ശേഷം, അപ്പോ നിങ്ങൾക്ക് നിങ്ങളെ സ്വന്തം റിസ്കിൽ പ്രാക്ടീസ് ചെയ്യാം, സംശയങ്ങൾ ചോദിക്കാം. ഏത് സമയത്തും നമ്മൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ വിൽ ബി അവൈലബിൾ ഫോർ മെന്ററിങ് ഈവൻ ആഫ്റ്റർ ദി കോഴ്സ് ഇസ് കംപ്ലീറ്റഡ്. നമ്മുടെ കോഴ്സ് കഴിഞ്ഞാലും നിങ്ങൾക്ക് എപ്പോഴാണോ നമുക്ക് താല്പര്യമുള്ളത് ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളോട് കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ സൗകര്യം പോലെ പറഞ്ഞുതരും. ചിലപ്പോൾ കുറച്ച് വൈകും, ചിലപ്പോൾ പെട്ടെന്ന് പറഞ്ഞുതരും. അപ്പോൾ ഏതായാലും നമ്മൾ എന്താ പറയാ, നിങ്ങൾക്ക് താല്പര്യമുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് അതിന്റെ ഫോളോ അപ്പ് ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ വേറെ ഫീസുകളോ ഹിഡൻ ചാർജുകളോ ഒന്നും ഇല്ല. അപ്പൊ അങ്ങനെ വിചാരിക്കേണ്ട. നിങ്ങൾ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് അത് ഓപ്പൺ ആയിട്ട് പറയാം. നമുക്ക് ഇപ്പൊ നിലവിൽ ഇനിയിപ്പോ എന്താ പറയാ, ഇതൊരു ഭയങ്കര ഒരുപാട് ആളുകൾക്ക് വേണം അല്ലെങ്കിൽ കൂടുതൽ വേണം. അപ്പൊ പിന്നെ നമുക്ക് ചിലപ്പോൾ എന്താ പറയാ, ഇതേപോലെ കൊടുക്കാൻ കഴിയണമെന്നില്ല. ഞാൻ പറയുന്നത്, ഞാനിപ്പോ നിലവിൽ അങ്ങനെ ഒരു സംഭവം ആലോചിച്ചിട്ടല്ല തുടങ്ങിയിട്ടുള്ളത്. അപ്പോ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വേറെ ഫീസോ ചാർജോ ഒന്നുമില്ല. എക്സ്പെക്ടിങ് വാല്യൂബിൾ പ്രൈസ് ഓൺലി. അപ്പോൾ നിങ്ങൾക്ക് ഇൻഷാ അല്ലാ അത്ര മാത്രമേ നമ്മളെ താല്പര്യമുള്ളൂ. അപ്പോ ഇത്രേ ഇപ്പൊ നമ്മൾ ഈ ഒരു ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഒരു അപ്പൊ നമുക്ക് 2 മിനിറ്റ് കൂടി ഉള്ളൂ നമ്മളെ സൂം അവസാനിക്കാൻ. അപ്പൊ ഞാനിപ്പോ പറഞ്ഞതിന്റെ ആകത്തുക എന്താന്ന് വെച്ചാല്, നമ്മള് അറബി പഠിക്കാൻ താല്പര്യമുള്ളവർ, അറബി പഠിച്ചിട്ട് അതിൽ കവിത, അറബി പഠിക്കാൻ താല്പര്യമുള്ളവർക്കല്ല, വീണ്ടും പറയുന്നു, അറബി അറിയും പക്ഷെ അറബി കവിത അറിയില്ല എന്നുള്ളവർക്ക് അറബി കവിതയിൽ മഹാറത്ത് ഉണ്ടാക്കിയെടുക്കാൻ അതിന്റെ ഒരു പ്രാക്ടീസിങ്ങിനുള്ള അവസരം ആണ് നമ്മൾ ഒരുക്കുന്നത്, അതല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോ നിങ്ങൾക്ക് ഏത് രൂപത്തിലും ഏത് സമയത്തും ഏത് രൂപത്തിലും ആണെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ക്ലാസ് കൃത്യമായിട്ട് പങ്കെടുത്തിട്ട് അതിന് ശേഷമുള്ള നോട്ട്സ് നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കണം. അതില്ലെങ്കിൽ അതിനനുസരിച്ച് എന്താ പറയാ, പണിഷ്മെന്റ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിനനുസരിച്ചുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാകും. അപ്പോൾ നിർബന്ധമായിട്ടും ക്ലാസ് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ എഴുതാനുള്ള കാര്യം വളരെ ചെറിയ എന്തെങ്കിലും വർക്ക് ഉണ്ടാവുള്ളൂ, എഴുതാനോ വായിക്കാനോ എന്തെങ്കിലും. അപ്പൊ അത് ചെയ്യാം. ഒരാഴ്ച ഉണ്ട്, ആ ഒരാഴ്ചന്റെ ഉള്ളിൽ ചെയ്താൽ മതി. ഏറ്റവും നല്ലത് ഇന്ന് ക്ലാസ് കഴിഞ്ഞാൽ ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ ചെയ്യാണ്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ടച്ച് വിടും, നമുക്ക് പിന്നെ പണി കൂടും, റിസ്ക് കൂടും. അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ മൊത്തത്തിൽ പറയാനുള്ളത്.
ഇനി ഇൻഷാ അള്ളാഹ് നമ്മളെ സമയം കൂടുതൽ നമുക്ക് അനുവദിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ മറ്റേതെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ, അഥവാ ക്ലാസ് ഞാൻ ഒരു ഗ്രൂപ്പിൽ അതിന്റെ ലിങ്ക് വിടും, അത് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അങ്ങനെ ആഴ്ചകളിൽ എപ്പോഴാണ് ക്ലാസ് ഉള്ളത് 1-2 ദിവസം മുമ്പ് പറയും. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും ഗ്രൂപ്പിൽ തന്നെ ചോദിക്കാവുന്നതാണ്. DM വരാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. സോ നിങ്ങൾ ഗ്രൂപ്പിൽ തന്നെ ചോദിക്കുക. അതാവുമ്പോൾ അതേ ചോദ്യമുള്ള അടുത്ത ഒരാൾക്കുള്ള ഉത്തരം ഒഴിവായി കിട്ടും ഗ്രൂപ്പിൽ പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഇത്രയും സമയം വന്നതിൽ സന്തോഷം. അപ്പൊ ഈ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്താ പറയാ എൻ്റെ PM-ലല്ല, സോറി, ഗ്രൂപ്പിൽ തന്നെ ചോദിക്കാം. ഇപ്പൊ തന്നെ ചോദിക്കാം ഗ്രൂപ്പിൽ. അങ്ങനെ ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഗ്രൂപ്പിൽ തന്നെ മറുപടി അറിയാൻ ശ്രമിക്കും. അപ്പോ ദീർഘിപ്പിക്കുന്നില്ല. പഠിച്ച നമ്മുടെ എല്ലാ ആമാലുകളും സ്വീകരിക്കട്ടെ. അറബി ഭാഷയിലെ പണ്ഡിറ്റുകളായി അല്ലെങ്കിൽ കവിത രചനയിലെ പ്രതിഭകളായി മാറാനുള്ള തൗഫീഖ് ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.